ഇസ്രായേൽ ഇറാൻ സംഘർഷം അതിരൂക്ഷം. ഇസ്രായേലിന് കനത്ത തിരിച്ചടി നൽകി ഇറാന്റെ മിസൈൽ ആക്രമണം. ടെൽ അവീവിൽ ഒരാൾ കൊല്ലപ്പെട്ടു, 60ഓളം പേർക്ക് പരിക്കേറ്റു. ഇസ്രായേൽ ആക്രമണത്തിൽ 78 പേർ കൊല്ലപ്പെട്ടെന്ന് ഇറാൻ അറിയിച്ചു. അതിനിടെ ഇറാന് മുന്നറിയിപ്പുമായി അമേരിക്ക രംഗത്തെത്തി. ഇസ്രയേലിനെ മുട്ടുകുത്തിക്കുമെന്ന ഇറാൻ പരമോന്നത നേതാവിന്റെ പ്രഖ്യാപനത്തിനു പിന്നാലെയാണ് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 3 എന്ന് പേരിട്ട പ്രത്യാക്രമണം ആരംഭിച്ചത്. ഇസ്രയേലിന്റെ സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ഇറാന്റെ തിരിച്ചടി. ഇസ്രയേൽ തലസ്ഥാനമായ ടെൽ അവീവിൽ ഉൾപ്പെടെ 150ഓളം ബാലിസ്റ്റിക് മിസൈലുകൾ പതിച്ചതായാണ് റിപ്പോർട്ട്. ജെറൂസലേമിലും തെക്കൻ തുറമുഖ നഗരമായ എലാറ്റിലും അപായ സൈറൺ മുഴങ്ങി. ആക്രമണം സ്ഥിരീകരിച്ച ഇസ്രയേൽ പ്രതിരോധ മന്ത്രാലയം പ്രധാന നഗരങ്ങളിൽ നിന്ന് ജനങ്ങളോട് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറാൻ നിർദ്ദേശിച്ചു. ഇറാന്റെ പ്രത്യാക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു, 60ഓളം പേർക്ക് പരിക്കേറ്റു. രാജ്യതലസ്ഥാനത്തെ ഇസ്രയേൽ പ്രതിരോധ മന്ത്രാലയ ആസ്ഥാനത്തിന് സമീപം തീപിടുത്തമുണ്ടായതായും റിപ്പോർട്ടുണ്ട്. ടെൽ അവീവിന് മുകളിൽ കടുത്ത പുകപടലങ്ങൾ ഉയരുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു. ഇറാൻ തൊടുത്ത മിസൈലുകൾ വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തതായി ഇസ്രയേൽ അവകാശപ്പെട്ടു. സാധാരണക്കാർക്കു നേരെയുള്ള പ്രകോപനത്തിന് കനത്ത മറുപടി നൽകുമെന്ന് ഇസ്രയേൽ മുന്നറിയിപ്പ് നൽകി. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സും ബങ്കറിനുള്ളിലാണെന്നാണ് സൂചന. ഇറാനിലെ ടെഹ്റാൻ വിമാനത്താവളത്തിൽ സ്ഫോടനങ്ങളുണ്ടായതായും റിപ്പോർട്ടുകളുണ്ട്. അതിനിടെ പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി മുറുകുന്നതിനിടെ ചേർന്ന അടിയന്തര UN സുരക്ഷാ കൌൺസിൽ സ്ഥിതിഗതികൾ വിലയിരുത്തി. വിഷയത്തിൽ സംയമനം പാലിക്കണമെന്ന് UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക് 24.